ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്ന് ചെറിയൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 30 ways to make your life better. ലൈഫ് ബെറ്റർ ആക്കാനുള്ള 30 വഴികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് തന്നെ നോക്കിയാലോ. മൈൻഡ് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന്, ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയാം, അൽഹംദുലില്ലാ പറയാം. ദൈവത്തോട് ദൈവമേ ഇന്ന കാര്യങ്ങൾക്ക് നന്ദി എന്നുള്ളത് നമ്മൾ ഓരോന്നിലും എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ ഓവറോൾ വെൽബീയിങ്ങിന് നല്ലതാണ്. 2, ആരോടാണെങ്കിലും റിയാക്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് ഒന്ന് നിർത്തുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക, ഒന്ന് പോസ് ചെയ്ത് നിൽക്കുക. പെട്ടെന്ന് തന്നെ എന്തിനും എടുത്തു ചാടി റിപ്ലൈ കൊടുക്കുന്നതിന് പകരം, എന്തും പറയുന്നതിന് പകരം, അത് കുട്ടികളോടാണെങ്കിൽ പോലും ഒന്ന് സൈലൻ്റായിട്ട് നിൽക്കുക. ഇത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. 3, നെഗറ്റീവായിട്ടുള്ള ഇൻപുട്ട് നമ്മളിലേക്ക് കൊടുക്കാതിരിക്കുക. അതിലൊന്നാണ് സ്ക്രോളിംഗ് അല്ലേ. കുറേ സമയം സ്ക്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മളെ മോശമാക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഗോസിപ്പ്, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റി കൂടി കൂടും കേട്ടോ. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സത്യമായിക്കോട്ടെ അല്ലെങ്കിൽ കള്ളമായിക്കോട്ടെ, മറ്റുള്ളവരെക്കുറിച്ച് അവർ കാണാതെ കേൾക്കാതെ പുറകിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മളെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ സെൽഫിൽ വല്ലാതെ അങ്ങ് ഇൻസെക്യൂർ ആവാനായിട്ട് തുടങ്ങും. നമ്മുടെ കോൺഫിഡൻസ് പോകും. കാരണം എന്താ, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞ കാര്യം, അയ്യോ എന്നെക്കുറിച്ച് ഇവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവോ എന്ന രീതിയിൽ നമുക്ക് ചിന്ത വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മുടെ ലൈഫിനെ മൊത്തത്തിലങ്ങ് ബാധിക്കും. ഇനി അടുത്തത്, നമ്മളോട് കൈൻഡായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം നമ്മളോട് കൈൻഡായിട്ട് സംസാരിക്കുക, നമ്മളെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. മറ്റുള്ളവരോടും ഈ രീതിയിൽ സംസാരിക്കുന്നത് നമ്മുടെ ഓവറോൾ മൈൻഡ് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിന് നല്ലതാണ്. അതുപോലെ നമുക്ക് നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയാൻ പറ്റണം. 5-മത്തെ കാര്യം, നമ്മുടെ കൺട്രോളിലല്ലാത്ത എല്ലാം വിട്ട് കളഞ്ഞേക്കുക. നമ്മുടെ കൺട്രോളിലുള്ളത് മാത്രം ചെയ്യാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും ശ്രമിക്കുക. 1, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. 2, റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക. 3, നെഗറ്റീവായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാതിരിക്കുക, നമ്മളിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. 4, നമ്മളോട് കൈൻഡായിട്ട് സംസാരിക്കുക. 5, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി റിലേഷൻഷിപ്സ് ആൻഡ് കണക്ഷൻസ് ബെറ്റർ ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അതായത് 6-മത്തേത്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ഡീപ്പായിട്ട് ലിസൺ ചെയ്യുക, കേൾക്കുക. ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നതൊന്ന് കേട്ടിരിക്കുക. 7-മത്തെ കാര്യം, നോ പറയേണ്ടടുത്ത് നോ പറയാം. ഇതിനൊക്കെ നമുക്ക് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. ഓരോന്നും ആഴത്തിൽ വളരെ ക്ലിയറായിട്ട് പഠിക്കാനായിട്ട് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ഓരോന്നും ലൈഫിൽ നിന്ന് നമുക്ക് മായ്ച്ചു കളയേണ്ടത് മായ്ച്ചു കളയാനും അല്ലെങ്കിൽ ശരിയാക്കിയെടുക്കേണ്ടത് ശരിയാക്കിയെടുക്കാനും ഒക്കെയും നമുക്ക് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. 8, അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, അവരൊരു കാര്യം ചെയ്താൽ അത് അപ്രീഷിയേറ്റ് ചെയ്യണം. വാ, ഇത് നീ നന്നായിട്ട് ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇത് ചെയ്ത് തന്നത് കൊണ്ടാണ് എനിക്ക് ഇന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയത്. ഈ രീതിയിൽ നമ്മൾ അവർ ചെയ്ത കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ട്. കുറ്റങ്ങൾ മാത്രമാണോ എടുത്ത് പറയേണ്ടത്? നമ്മുടെ ലൈഫ് ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്, അതായത് റിലേഷൻഷിപ്പൊക്കെ കണക്ഷൻസൊക്കെയും ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് കുറ്റങ്ങൾ മാത്രം എടുത്ത് പറയാന്നുള്ളത്. നല്ല കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനി 9-മത്തേത്, നിങ്ങളുടെ ചുറ്റുമുള്ളത് നിങ്ങളെ ഉയർത്തുന്ന ആൾക്കാരാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. താഴ്ത്തുന്ന ആൾക്കാർ ചിലപ്പോൾ ചുറ്റും ഉണ്ടാവും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള അല്ലെങ്കിൽ അത് ശീലിച്ചു പോയ ആൾക്കാർ ചുറ്റും ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് കേൾക്കുന്നത് പരമാവധി നിങ്ങളെ ഉയർത്തുന്ന ആൾക്കാരാണ്. അത് ഓൺലൈൻ ആണെങ്കിലും ഉയർത്തുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി 10-മത്തേത്, മീനിങ് ഫുൾ കോൺവെർസേഷന് പ്രാധാന്യം കൊടുക്കുക. വെറുതെ എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിന് പകരം കുട്ടികളോടാണെങ്കിൽ പോലും നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, ഒരു സമാധാനം തോന്നുന്ന രീതിയിലുള്ള
സംഭാഷണങ്ങൾക്ക് അതിനായിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തുക. അങ്ങനെയുള്ള സംഭാഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇനി ഹെൽത്ത് ആൻഡ് ബോഡി ബെറ്റർ ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. 11, എപ്പോഴും ബോഡി എല്ലാ ദിവസവും ബോഡി കുറച്ചെങ്കിലും മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരു 10 മിനിറ്റ് എക്സസൈസ് അല്ലെങ്കിൽ നടക്കാൻ പോവുക എന്തായാലും നല്ലതാണ്. ശരീരത്തിന് വളരെ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് മൂവ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും ചടഞ്ഞു കൂടിയിരിക്കുന്നത് നമ്മളെ മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കും. നിങ്ങളിപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുറച്ച് നടക്കാനായിട്ട്, പുറത്തിറങ്ങി നടക്കാനായിട്ട്. 12, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക. മധുരമില്ലാത്തതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങളെ ഒന്ന് ഉഷാറാക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടത് കൊടുക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിന് വേണ്ട ഫ്യൂവൽ കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. 13, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, ഓവർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പരമാവധി കുറക്കുക. എല്ലാവരും കഴിക്കുന്നുണ്ട്, എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ക്ലീനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കാം. പുറത്തുനിന്ന് തീരെ കഴിക്കണ്ട എന്നല്ല പറയുന്നത്, കുറേയൊക്കെയും ക്ലീനായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കാം. 14, ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ആവശ്യമുള്ളൊരു സംഗതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും ഒന്ന് സുഖപ്പെടാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഉറക്കം തന്നെയാണ്. നമ്മുടെ മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഏറ്റവും അധികം വേണ്ട ഒരു കാര്യമാണ് റെസ്റ്റ്. അത് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 15, എല്ലാ ദിവസവും സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുന്ന എന്തിനാ? നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ടെൻഷൻ നിൽക്കും അല്ലേ, നമുക്കറിയാം. കഴുത്ത് വേദനയായിട്ടും കാലുവേദനയായിട്ടൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതൊക്കെയും കളയാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് എക്സസൈസ്, സ്ട്രെച്ച് ചെയ്യുക. ഇതൊക്കെയും സ്ട്രെച്ച് ചെയ്യുക, അതുപോലെ ബ്രീത്ത് ചെയ്യുക. നമ്മുടെ തിരക്കിനിടയിൽ പലപ്പോഴും ചെറിയ ബ്രീത്തായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്നുണ്ടാവുക അല്ലേ. അതൊന്ന് ഡീപ്പായിട്ട് ആഴത്തിലുള്ളിലേക്ക് വലിച്ചെടുത്ത് പുറത്തേക്ക് ശ്വാസം വിടുന്നത്, ഇത് ഒരു 5 മിനിറ്റെങ്കിലും ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗ്രോത്ത് നോക്കിയാലോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണിത്. പ്രൊഡക്ടിവിറ്റിയിലും നമ്മുടെ ഗ്രോത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് വലിയ വലിയ ടാസ്കുകളെ ചെറിയ ചെറിയ ടാസ്ക് ആക്കി മുറിച്ച് മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം മാത്രം ടാസ്കുകൾ ചെയ്യുക. ഇത് നമ്മുടെ ആ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള കുറേ ചെയ്യാനുണ്ട് എന്നുള്ള തോന്നലൊന്നും ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും. എന്ത് ടാസ്ക് ആണെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമുക്ക് മലയായിട്ടാണ് തോന്നുക അല്ലേ, വലിയ ഭാരമായിട്ടാണ് തോന്നുക. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കി അതിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിന്ത കുറേ ചെയ്യാനുണ്ട് എന്നുള്ള ചിന്ത കുറക്കാനായിട്ട് സഹായിക്കും. 17, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ബ്രെയിനിന് നല്ലതാണ് എല്ലാ ദിവസവും ഒരു ചെറിയൊരു കാര്യമെങ്കിലും പഠിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ബ്രെയിനിലുള്ള മസിൽസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. 18, നമ്മുടെ ചുറ്റുപാട് എപ്പോഴും ഡീക്ലട്ടർ ചെയ്യുക. ഞാൻ ഈ ഒരാഴ്ചയിൽ തന്നെ എത്ര തവണ ഡീക്ലട്ടർ ചെയ്തു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കിച്ചണിൽ കുട്ടികളുടെ ടോയ്സ്, പുസ്തകങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഡീക്ലട്ടർ ചെയ്തിട്ടുണ്ട്. ഷൂസും കബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരാഴ്ചയിൽ തന്നെ ഇന്ന് പോലും ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോലും ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആഴത്തിൽ ചെക്ക് ചെയ്ത് വേണ്ടാത്ത സാധനങ്ങളും വേസ്റ്റും ഒക്കെ കളഞ്ഞ് വന്നിട്ടാണ് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അത് എനിക്കൊരു ശീലമാണ്. അതുകൊണ്ട് തന്നെ മൈൻഡ് എപ്പോഴും പീസ്ഫുള്ളായിരിക്കും. ഒന്നും എക്സ്ട്രാ ഇല്ല എന്നുള്ളത്, ഒരു പേപ്പർ പോലും എക്സ്ട്രാ ഇല്ല എന്നുള്ളത് നമുക്ക് സമാധാനം തരുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും, ലൈഫ് ഈസി ആവും. എങ്ങനെയാണ് ലൈഫ് ഈസി ആവുന്നത്? നമുക്ക് ആവശ്യമുള്ള കാര്യം പെട്ടെന്ന് കാണും, എടുക്കാൻ പറ്റും. നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. നമുക്കൊന്നും പരതി നടക്കേണ്ടതില്ല, അല്ലെങ്കിൽ കുന്നുകൂടുന്നുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് വരികയില്ല. കഴിഞ്ഞ ദിവസം ആദ്യത്തെ കുട്ടിയുടെ ഷെൽഫിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി. ആളെടുത്ത് വെച്ച കുറേ പേപ്പർ, അതുപോലെ സ്കൂളിലുള്ള എക്സാം ഷീറ്റ്സ്, ആവശ്യമില്ലാത്തതൊക്കെയും കളഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇനി എനിക്ക് ഒന്നും പരതേണ്ട ആവശ്യമില്ല, എല്ലാം ഇനി ക്ലിയറായിട്ട് കാണാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ ആൾ കുറേ കളർ ചെയ്യും. അപ്പോൾ കളർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേപ്പർ, പ്രിൻ്റ് എടുത്ത് ഒരുപാട് പേപ്പർ ഉണ്ടാവും. അതൊക്കെയും നോക്കി അതൊഴിവാക്കി. പിന്നെ ടോയ്സ് വൃത്തിയാക്കുമ്പോൾ അതിൽ ഒരുപാട് കല്ലുകളുണ്ട്, ലീഫുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ ബോക്സൊക്കെ ഒന്ന് ക്ലീനായി. ഇതുപോലെ നമുക്ക് ഉണ്ടാവും അല്ലേ,
ഇഷ്ടംപോലെ ക്ലിയർ ആക്കാനുണ്ടാവും. എല്ലാ ദിവസവും കുറച്ച് കുറച്ച് ക്ലിയർ ആക്കുക, അല്ലെങ്കിൽ എല്ലാ വീക്കിലും കുറച്ച് കുറച്ച് പാർട്ട് ക്ലിയർ ആക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി 19, നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് എഴുതുക. എല്ലാം മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്, ചിന്തയാണ്. മനസ്സിൽ എന്ത് ഐഡിയാസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം വന്നാലും അത് എഴുതുന്നത് ശീലമാക്കുക. ഇനി 20, നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും ട്രാക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ വിജയം ട്രാക്ക് ചെയ്തപ്പോൾ എൻ്റെ മൂത്താൾക്ക് കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു. സ്കൂളിലെ വർക്ക് കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു. ആൾ എഴുതാൻ നല്ല സ്ലോ ആണ്. അപ്പോൾ എല്ലാ ദിവസവും പെൻഡിങ് വരും. അപ്പോൾ ഇത് കുറേ കാലത്തെ പെൻഡിങ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ അയച്ചില്ല. സ്കൂളിൽ അയക്കാതെ നമ്മൾ രാവിലെ മുതലേ ഫോക്കസ് ചെയ്ത് ഓരോ പാർട്ടായിട്ട് ഇടയ്ക്ക് ഗെയിം കളിക്കാൻ കൊടുക്കും, ഇടയ്ക്ക് നമ്മൾ പുറത്ത് നടക്കാൻ പോവും. അങ്ങനെ പാർട്ടായിട്ട് നമ്മൾ പെൻഡിങ് ഉള്ളതൊക്കെയും അങ്ങ് തീർത്തി. കാരണം എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. പക്ഷേ കുട്ടികൾ തന്നെ എഴുതേണ്ടതാണ്. അപ്പോൾ ആളെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. മെൻ്റലി സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്ക് കഴിയും എന്ന് നമ്മളിങ്ങനെ പുറമേ നിന്ന് പ്രോംപ്റ്റ്സ് കൊടുക്കലാണോ? അല്ല. ഈ രീതിയിൽ ആളെ ആക്റ്റീവ് ആക്കാനുള്ള ആൾക്കറിയാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ജേർണൽ എഴുതുന്ന സമയത്ത് എനിക്കെൻ്റെ വിജയം, ഇന്നത്തെ ദിവസത്തെ വിജയം എന്നുള്ളത് ഞാൻ എഴുതുമ്പോൾ ആദ്യം വന്നത് മോൻ്റെ പെൻഡിങ് കുറേ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഇനിയും എഴുതാൻ ബാക്കിയുണ്ട്, പക്ഷേ ഞാൻ ഏകദേശം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ആൾക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും. അതെൻ്റെ വിജയമായിട്ടാണ് തോന്നിയത്. ഇതുപോലെ നമ്മൾ മെൻ്റലി അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ, ഫിസിക്കലി നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അത് കുട്ടികളുടെ വിജയം മാത്രമല്ല, നമ്മളുടെയും വിജയമാണ്. അപ്പോൾ അതുകൂടി ഞാൻ എൻ്റെ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ ചെറിയ സക്സസ് ആണെങ്കിലും ചെറിയ വിന്നാണെങ്കിലും എന്ത് ചെയ്യുക, ആ ഒരു മൊമെൻറ്റം അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ജോയും ഇന്നർ പീസും ഒക്കെ കുറച്ചുകൂടി ബെറ്ററാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, സന്തോഷവും സമാധാനവും ഒക്കെ ഒന്ന് ബെറ്ററാക്കി എടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? ഒന്ന്, പ്രകൃതിയായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് പറയാം. പ്രകൃതിയായിട്ട് നമ്മൾ എപ്പോഴും കണക്ഷൻ വെക്കാൻ നോക്കണം. അത് ചെടികളൊക്കെ നോക്കുന്നതും അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതൊക്കെ നല്ല കാര്യമാണ്. ഇടയ്ക്ക് ബീച്ചിൽ പോയി ഇരിക്കുന്നതും, ഇനി ഒന്നുമില്ല നിങ്ങൾക്ക് ഇതിനൊന്നുമുള്ള സാഹചര്യം ഇല്ല എന്നാണെങ്കിൽ ആകാശം നോക്കിയിരിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. ആ ആകാശം നോക്കിയിരിക്കുന്ന സമയത്ത് കുറച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത്. ആകാശം നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആകാശത്തോളം തന്നെ പ്രാർത്ഥിക്കാം. ഒരുപാട് നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങളൊക്കെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അടുത്തത് 22, സ്റ്റിൽനെസ് പ്രാക്ടീസ് ചെയ്യാം. അതായത് ക്വയറ്റായിട്ട് കുറച്ച് നേരം ഇരിക്കുക, ഫോണൊന്നും ഇല്ലാതെ കുറച്ച് നേരം ഇരിക്കാനായിട്ട് ശ്രമിക്കുക. 23, ചെറിയ പുതിയ പൂ വിരിഞ്ഞത് അല്ലെങ്കിൽ ചെറിയ തളിരില വന്നത് അല്ലേ, അല്ലെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് ചെടികളൊക്കെ ഇങ്ങനെ മെല്ലെ ഡാൻസ് ചെയ്യുന്നത് ഒക്കെ നോക്കുക. ലൈഫിലുള്ള നുറുങ്ങ് പോലുള്ള കാര്യങ്ങളും പ്രത്യേകം ഒന്ന് എടുത്ത് കാണാം. അതായത് കോഫി കുടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൂര്യോദയം അല്ലെങ്കിൽ സൂര്യാസ്തമയം, അല്ലെങ്കിൽ കുട്ടികളുടെ ചിരി, അല്ലെങ്കിൽ പുറത്ത് ആൾക്കാർ നടക്കുന്നത് അതൊക്കെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കാറ്റ് വന്ന് നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോൾ ആ ഒരു ചെറിയ ഒരു സുഖം, അതൊക്കെയും സെപ്പറേറ്റ് കാണാനായിട്ട്, അതൊക്കെയും സമാധാനമാണ്, സന്തോഷമാണ്. അത് പ്രത്യേകം കാണാനായിട്ട് ശ്രമിക്കുക. ചെറിയ പൊട്ട് പോലുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക. നോക്കുക എന്നുള്ളതിനേക്കാളും കാണാൻ ശ്രമിക്കുക എന്ന് വേണം പറയാൻ. അതൊക്കെയും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. 24, കുട്ടികളെ പോലെ കളിക്കുക. പെയിൻറ്റ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, സില്ലി ആവുക. ഭയങ്കര സീരിയസ് ആവുന്നതിന് പകരം സില്ലി ആവാനായിട്ട് ശ്രമിക്കുക. ഇന്നിപ്പോൾ രാവിലെ മോനെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഞാൻ മോനോട് പറയേണ്ട കാര്യം കുറച്ച് ടോണൊക്കെ മാറ്റിയിട്ട് വേറൊരു സൗണ്ടിൽ, നമ്മുടെ മിസ്റ്റർ ബീനൊക്കെ ആക്കുന്ന പോലുള്ള സൗണ്ടിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആൾക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല, കുറേ ചിരിച്ചു. എന്നിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് നല്ല ദിവസമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് ചെയ്യാം, സില്ലി ആവുക. എപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് നടന്നിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. 25, അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കാതുകളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിലൂടെയൊക്കെ കൊടുക്കുന്നത് നല്ലതാക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ ലൈഫ് സമാധാനമായിരിക്കും. കഴിഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ടല്ലോ, പ്രാർത്ഥനയുടെ കാര്യം, അത് കുറേ പേര്, അത് ഏത് റിലീജിയൻ എന്നില്ല, എല്ലാവർക്കും അത് ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടല്ലേ. ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മതഗ്രന്ഥമായിരിക്കാം അല്ലേ. ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് ഒന്നും മാനേജ് ചെയ്യാൻ എനിക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ ഓൾറെഡി ആങ്സൈറ്റി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും എന്നുള്ള തോന്നൽ വന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഖുർആനിൽ ഒരു
അതായത് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്ത്, അത് വെച്ച് കേൾക്കുമ്പോൾ എത്ര തവണ കേട്ടാലും എനിക്ക് എന്താ പറയുക, അതൊരു സുഖമാണ്. ഞാനിങ്ങനെ സുഖപ്പെട്ട് വരുന്നത് എനിക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാട്ടോ, നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ഉയർത്തുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി നീളം അധികമായി പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ ലൈഫിനൊരു അർത്ഥമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 26ാമത്തെ പോയിൻറ്റ്, എപ്പോഴും പ്രാർത്ഥിക്കുക. അതായത് ദൈവത്തോടൊരു കണക്ഷൻ ഉണ്ടായിരിക്കുക. 27, നമ്മുടെ ഫ്യൂച്ചർ സെൽഫിനെ കുറിച്ച് ചിന്തിക്കുക. കുറ്റങ്ങളല്ല, വരാൻ പോകുന്ന അപകടങ്ങളല്ല, നല്ല കാര്യങ്ങൾ. എൻ്റെ ലൈഫ് 5 വർഷം കൊണ്ട് ഇന്ന ലെവലിലെത്തിയാൽ എങ്ങനെയിരിക്കും, അതൊക്കെ ആലോചിക്കുക. സന്തോഷമുള്ള കാര്യങ്ങൾ ആലോചിക്കുക. 28, നിങ്ങളോട് തെറ്റ് ചെയ്ത ആൾക്കാർക്ക് പുറത്തു കൊടുക്കുക. നിങ്ങൾ മറ്റുള്ള ആരോടും തെറ്റുകൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് തന്നെ കുറേ മിസ്റ്റേക്സ് വരും അല്ലേ. അതായത് നമ്മളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയും അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ചിലപ്പോൾ വന്നു എന്ന് വരും. ഫൊർഗീവ് ചെയ്യുക. നമുക്കും പുറത്തു കൊടുക്കുക. ഇറ്റ്സ് ഓക്കെ. തെറ്റുകൾ പറ്റും, നമ്മൾ മനുഷ്യനാണ്, അതുകൊണ്ട് തെറ്റ് പറ്റും. ഇറ്റ്സ് ഓക്കെ. അടുത്തത് 29ാമത്തത്, കൈൻഡ്നെസ് കാണിക്കുക എല്ലാവരോടും, ചുറ്റുമുള്ള എല്ലാവരോടും. ഓരോരുത്തരും ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് അറിയില്ല അല്ലേ, നമുക്ക് ആർക്കും അറിയില്ല ആരെന്തവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത്. നിങ്ങളോടും എന്നോടും അല്ലെങ്കിൽ ചുറ്റുമുള്ള ഓരോരുത്തരോടും എല്ലാവരോടും കൈൻഡ്നെസ് കാണിക്കുക. മനുഷ്യന്മാരോടും മാത്രമല്ല, മൃഗങ്ങളോടും പ്രകൃതിയോടും അല്ലേ, എല്ലാറ്റിനോടും കൈൻഡ്നെസ് നമ്മൾ കാണിക്കണം. നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 30, ഫൈനൽ വൺ, നമ്മുടെ വാല്യൂസുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചില കാര്യങ്ങളുണ്ടാവും അല്ലേ, ഞാൻ ഇങ്ങനെയാണ് എന്ന കാര്യങ്ങൾ ചെയ്താലാണ് എൻ്റെ ലൈഫ് പൂർത്തിയാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമാധാനം കിട്ടുന്നുണ്ടാവുക. അതായിരിക്കാം നിങ്ങളുടെ വാല്യൂൻ്റെ ലിസ്റ്റിലുള്ള ആദ്യത്തെ കാര്യം. അത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഏതൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് താഴെ കമൻറ്റിൽ വന്നൊന്ന് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാൻ പാടില്ല. വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ പറയുന്നത് ഈ വീഡിയോസ് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും എനിക്ക് ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റെ വാല്യൂസുമായിട്ട് മാച്ച് ആവും അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ ഞാൻ വാല്യൂ കൊടുക്കുന്നത് ലൈക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുന്നത് ലൈക്ക് നോക്കിയിട്ടോ ഒന്നുമല്ല. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒരാളിലേക്കെങ്കിലും ചിലപ്പോൾ വീഡിയോ എത്തിയെന്ന് വരും. താങ്ക് യു സോ മച്ച്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.